ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടുത്ത അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ്. ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. SIT അതിനുള്ള വല വിരിച്ചിരിക്കുന്നു. അത് 2 പേരുടെ അറസ്റ്റാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ്. വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്ത സാഹചര്യമാണ്, ഒഴിഞ്ഞുമാറുന്ന സാഹചര്യമാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. മറ്റൊന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. എന്താണ് ജയശ്രീയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കെന്ന് നോക്കിയാൽ 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നത് വരെ തിരുവാഭരണം കമ്മീഷണറായും ഈ ജയശ്രീ പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിലെ പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമാണ് ജയശ്രീ. ഈ ജാമ്യാപേക്ഷ ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് തള്ളിയിരിക്കുന്നത്. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറി എന്നതാണ് SITയുടെ കണ്ടെത്തൽ. പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ആണ് ഈ തിരുത്തിയിരിക്കുന്നത്. ജയശ്രീ ചെമ്പു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇൻവോൾവ്മെന്റായി NIA SIT കണ്ടെത്തിയിരിക്കുന്നത്. ജയശ്രീയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്, ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ട്. ഇത് കാട്ടിയാണ് ജയശ്രീ സെഷൻസ് കോടതിയെ സമീപിച്ചത്. സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. എന്തുകൊണ്ട് കീഴ്ക്കോടതിയെ സമീപിക്കാതെ ഹൈക്കോടതിയിലെത്തി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോടതി അത് തള്ളിയത്. തുടർന്നാണ് സെഷൻസ് കോടതിയിലേക്ക് ഇവർ എത്തിയത്. അപ്പോൾ ഇവർ തന്റെ നിരപരാധിത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ അപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത് കോടതി തള്ളുകയായിരുന്നു. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതും തെറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഹർജിയിൽ ജയശ്രീ വിശദീകരിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ കോടതി അത് കണ്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് കരുതുന്നത്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിന്റെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ാം പ്രതി N വാസു എന്നിവർ അറസ്റ്റിലായിരുന്നു. അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്നത് വിശദീകരിക്കപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നു. പക്ഷേ പത്മകുമാർ വീണ്ടും അവധി ചോദിക്കുകയാണ്. അന്വേഷണം ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ ഹാജരാകാനാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരവസരം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയിട്ടും സാവകാശം ചോദിച്ച് ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് അന്വേഷണ സംഘം പത്മകുമാറിന് നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഉടൻ തന്നെ ഹാജരാകാം എന്ന മറുപടിയാണ് പക്ഷേ പത്മകുമാർ നൽകിയിരിക്കുന്നത്. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം തേടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും SIT ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായക അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ കൂടി അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിനെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അത് ശരിയായ നിലയിൽ പോകുന്നു എന്നത് കോടതി തന്നെ വിലയിരുത്തിയതാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് എന്നത് ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ പങ്കിലേക്ക് SIT എത്തുകയായിരുന്നു. കോടതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ അറസ്റ്റ് എന്നത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അത് എപ്പോഴുണ്ടാകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്.